നമസ്കാരം. പ്രധാന വാർത്തകൾ. ബിന്ദുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ കൈമാറി ചാണ്ടി ഉമ്മൻ. മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പ്രഖ്യാപിച്ച ധനസഹായമായ 5 ലക്ഷം രൂപ ചാണ്ടി ഉമ്മൻ MLA കൈമാറി. ബിന്ദുവിന്റെ മകളുടെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയത്. ചാണ്ടി ഉമ്മൻ ഫൗണ്ടേഷന് OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിയാണ് പണം നൽകിയത്. ബിന്ദുവിന്റെ കുടുംബത്തിന് സഹായവുമായി ബിന്ദു ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമയും രംഗത്തെത്തിയിരുന്നു. കുടുംബത്തിന് 1 ലക്ഷം രൂപ നൽകുമെന്ന് ശിവ സിൽക്സ് ഉടമ ആനന്ദാക്ഷൻ അറിയിച്ചു. ഇതിനു പുറമെ ബിന്ദുവിന്റെ അമ്മ സീതാലക്ഷ്മിക്ക് എല്ലാ മാസവും 5000 രൂപ വീതം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. സൗബിൻ ഷാഹിറിന് ജാമ്യം നൽകിയ നടപടി. അപ്പീൽ നൽകി പരാതിക്കാരൻ. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി പരാതിക്കാരൻ. സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം നൽകിയതിനെതിരെയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. അരൂർ സ്വദേശി സിറാജ് വലിയതുറയാണ് അപ്പീൽ സമർപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നടൻ സൗബിൻ ഷാഹിറിനെ അറസ്റ്റ് ചെയ്തു എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു. എന്നാൽ താരത്തിനെ അറസ്റ്റ് ചെയ്തില്ല എന്നും ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചതെന്ന് പോലീസും വ്യക്തമാക്കിയിരുന്നു. തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും കണക്കുകൾ പോലീസിനെ ബോധിപ്പിച്ചുവെന്ന് സൗബിനും വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. തെറ്റിദ്ധാരണ മൂലമുണ്ടായ കേസാണെന്നും തന്ന മുതൽ മടക്കി നൽകിയിരുന്നുവെന്നും ലാഭവിഹിതം സംബന്ധിച്ച തർക്കങ്ങളാണ് നിലനിൽക്കുന്നതെന്നും നടൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഒഴുക്കിൽപ്പെട്ട മക്കളെയും ബന്ധുവിനെയും രക്ഷിക്കാൻ ശ്രമം. കൊല്ലത്ത് 31കാരന് ദാരുണാന്ത്യം. ഭരതന്നൂർ സ്വദേശി മുഹമ്മദ് ഫൈസലാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. കുളത്തൂപ്പുഴ ചോഴിയാട് മിൽമ പാലത്തിന് സമീപമാണ് സംഭവം. ഒഴുക്കിൽപ്പെട്ട മക്കളെയും ബന്ധുവിനെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് മുഹമ്മദ് ഫൈസൽ അപകടത്തിൽപ്പെട്ടത്. ആഴത്തിലേക്ക് മുങ്ങിത്താണ മുഹമ്മദ് ഫൈസൽ കയത്തിൽ അകപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും നാട്ടുകാരും എത്തി ഉടൻ മുഹമ്മദ് ഫൈസലിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോട്ടയം ഈരാറ്റുപേട്ടയിൽ മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിനി മരിച്ചു. അരുവിത്തുറ കൊണ്ടൂർ പാലാത്ത് ജിമ്മിയുടെയും അനുവിന്റെയും മകൾ ഐറിൻ ജിമ്മിയാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ വീടിന് പിറകുവശത്തെ കടവിൽ സഹോദരിക്കൊപ്പം കുളിക്കാനിറങ്ങിയ ഐറിൻ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സ്, എമർജൻസി ടീം, റെസ്ക്യൂ ഫോഴ്സ്, നന്മക്കൂട്ടം പ്രവർത്തകർ എന്നിവർ രക്ഷപ്പെടുത്തി ഈരാറ്റുപേട്ട സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വൈകുന്നേരത്തോടെ മരണം സംഭവിച്ചു. കൊച്ചിയിൽ യൂട്യൂബറും സുഹൃത്തും പിടിയിൽ. കോഴിക്കോട് സ്വദേശിനി റിൻസി, സുഹൃത്ത് യാസർ അറാഫത്ത് എന്നിവരാണ് പിടിയിലായത്. കൊച്ചി കാക്കനാടിന് സമീപം പാലച്ചൂടുള്ള ഫ്ളാറ്റിൽ നിന്നാണ് റിൻസിയെയും സുഹൃത്തിനെയും MDMAയുമായി പോലീസ് പിടികൂടിയത്. ഇവരിൽ നിന്ന് 22.5 ഗ്രാം വരുന്ന MDMA പിടിച്ചെടുത്തതായാണ് വിവരം. ഇവർക്കുമെതിരെ ലഹരി മരുന്ന് കൈവശം വെച്ചതിന് പോലീസ് കേസെടുത്തു. സിനിമയുടെ പ്രമോഷൻ വർക്കുകൾ ഏറ്റെടുത്ത് റിൻസി ചെയ്തിരുന്നതായി വിവരമുണ്ട്. പ്രതികളുടെ ഫ്ളാറ്റിൽ ഇപ്പോഴും പരിശോധന നടക്കുകയാണ്. പ്രതികളും ഇവിടെയാണുള്ളത്. പരിശോധനയ്ക്ക് ശേഷം പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. പിന്നീട് കോടതിയിൽ ഹാജരാക്കും. പ്രതികൾക്ക് എവിടെ നിന്നാണ് MDMA ലഭിച്ചതെന്നടക്കം അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു.